ആവശ്യത്തിന് വേണ്ടി നമ്മൾ ലോൺ എടുക്കുന്നത് പോലെ, ആവശ്യത്തിന് വേണ്ടി ഒരു ലോൺ ആപ്പ് പോലെ ആക്കരുത് യേശു ക്രിസ്തുവിനെ. പലരും അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കർത്താവേ എന്റെ ആവശ്യങ്ങൾ അങ്ങനെയാണ്, കർത്താവേ അങ്ങനെ. പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തന്ന പിന്നെ കർത്താവും ഇല്ല, പ്രാർത്ഥനയും അവരവരുടെ വഴിക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ദേവദാസനെ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാം. എനിക്ക് ദേവദാസനിൽ കണ്ട ഏറ്റവും ഫസ്റ്റ് പോയിന്റ്, വചനത്തിൽ എന്തുവാണോ പറയുന്നത്, പരിശുദ്ധാത്മാവ് തന്റെ ദാസനോട് എന്തുവാണോ പറയുന്നത്, മുഖം നോക്കാതെ നിഷ്പക്ഷമായി പറയുന്ന ഒരു ദൈവദാസനെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ 1000 സ്തുതിക്കണം. ഒരു സഭയുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണമായി തീരുന്നത് ആ സഭയ്ക്കകത്തുള്ള വ്യക്തി ജീവിതങ്ങളാണ്. നമ്മൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ദൈവദാസനെ എന്റെ മക്കൾക്ക് അങ്ങനെ, എന്റെ മോന് രോഗമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു ചിന്തിച്ചിട്ടുണ്ടോ ആ ദൈവദാസൻ പോകുന്ന അവസ്ഥ? ഇതാരും പ്രസംഗിക്കാൻ ഇന്നത്തെ കാലത്ത് മടിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സഭയുടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസനും തന്റെ കുടുംബത്തിനും പ്രൊവൈഡ് ചെയ്യേണ്ടത്, സ്വർഗം പ്രൊവൈഡ് ചെയ്യും, രണ്ടാമത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ചർച്ചിനകത്തുള്ള വിശ്വാസികളാണ്. യു ആർ ഈക്വലി റെസ്പോൺസിബിൾ. അവരൊരു പ്രയാസത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിളിച്ച് അവരുടെ സുഖവിശേഷങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം.